കാലഹരണപ്പെട്ട ഫ്യൂഡൽ മനോഭാവമുള്ള ചീഫ് ജനറൽ മാനേജരും അത്തരക്കാരനായ എംഡിയുമാണ് ധനലക്ഷ്മി ബാങ്കിലുള്ളത്. ഈ മാനേജ്മെന്റിലും അതിന്റെ മൂല്യങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്ന് കരുതുന്ന വിവേകമില്ലാത്തവരാണ് ബാങ്കിനെ നയിക്കുന്നത്. ഡയറക്ടർ എന്ന നിലയ്ക്ക് താൻ നിസ്സഹായനും നിരാശനുമാണ്. ആ സ്ഥാനത്ത് തുടരാൻ ആത്മനിന്ദ തോന്നുന്നതുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ കെ ജയകുമാർ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു. ധനലക്ഷ്മി ബാങ്ക് ഓഫീസേഴ്സ് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന PV മോഹനന്റെ ചില പ്രവൃത്തികളോട് ഡയറക്ടർ ബോർഡിന് എതിർപ്പുണ്ടായിരുന്നു. താനും വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ സംശയിക്കേണ്ടതില്ല. പിരിച്ചുവിടാൻ മാത്രം എന്തു കുറ്റമാണ് PV മോഹനൻ ചെയ്തതെന്നും രാജിക്കത്തിൽ ജയകുമാർ ചോദിക്കുന്നു. ഒരു വ്യക്തിയോട് അനീതി കാണിച്ചതോടൊപ്പം ജീവനക്കാരുടെ ആത്മവീര്യം ഇല്ലാതാക്കി. ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ജീവനക്കാരുടെ പിന്തുണ അനിവാര്യമാണെന്നും രാജിക്കത്തിലുണ്ട്. അതേസമയം തുടർച്ചയായ മൂന്നാം വർഷവും ധനലക്ഷ്മി ബാങ്ക് നഷ്ടത്തിൽ നിന്ന് കരകയറിയില്ല. 77.85 കോടി രൂപയാണ് 2015-16 സാമ്പത്തിക വർഷത്തെ ആദ്യ 9 മാസത്തെ നഷ്ടം. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഔദ്യോഗിക വിശദീകരണം നൽകാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. മീഡിയ 1 തൃശൂർ.